ഈശോയിൽ പ്രിയമുള്ളവരെ, തിരുസഭാ മാതാവ് ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിട്ടുള്ള വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 9 മുതലുള്ള വചനഭാഗമാണ്. മുന്തിരിത്തോട്ടവും കൃഷിക്കാരുമാണ് അവിടെ പ്രതിപാദ വിഷയം. സ്നേഹമുള്ളവരെ, നമ്മുടെ തമ്പുരാൻ കർത്താവ് ഭൂമി മുഴുവൻ്റെയും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ ഹൃദയത്തിൽ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കട്ടെ. അവിടുന്ന് നമ്മെ വിളിക്കുകയും വിശ്വസ്തതയുടെ ഒരു വേലക്കാരനായി ജീവിക്കുവാനും ആ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല വിളവ് പുറപ്പെടുവിക്കുന്ന നല്ലൊരു കൃഷിക്കാരനായി മാറാനായിട്ട് നമ്മെ എല്ലാവരെയും വിളിച്ച തമ്പുരാൻ അവിടുത്തെ അവകാശം സ്വന്തമാക്കാനുള്ള സ്വാർത്ഥതകൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണരാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷി അതെല്ലാം ഭംഗിയായി നടക്കുമ്പോൾ വിളവെടുക്കാൻ വേണ്ടി യജമാനൻ ഓരോരുത്തരെയുമായി പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം വകവരുത്തി അതിൻ്റെ ഉടമസ്ഥത അവകാശമാക്കാനുള്ള സ്വാർത്ഥതയാണ് ഈ കാര്യസ്ഥന്മാരിൽ ഉടലെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാർത്ഥതകൾ കുമിഞ്ഞുകൂടുമ്പോൾ മുമ്പിലുള്ള എല്ലാവരെയും വെട്ടിനിരത്തി എല്ലാം സ്വന്തമാക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും. ഭൂമി മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു മുന്തിരിത്തോട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടിയും ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതം അതും ഒരു മുന്തിരിത്തോട്ടമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തതയുടെ കണക്ക് കൂടിയും തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. കുറച്ചും കൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ കുടുംബം അതൊരു മുന്തിരിത്തോട്ടമാണ്. കർത്താവ് ദാനമായി നൽകിയ ഒരു സ്ഥലമാണ്. അവിടെയും നമുക്ക് ഏറ്റവും നല്ല വിശ്വസ്തതയുടെ കാര്യസ്ഥനായി നമുക്ക് മുന്നേറാനായിട്ട് പറ്റണം. ഒരു പക്ഷേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കാനായി ആരംഭം കുറിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ തമ്പുരാൻ നമ്മുടെ കരങ്ങളിലൂടെ ഏൽപ്പിച്ചു തരും. താലന്തിൻ്റെ ഉപമയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അവിടെ 5 താലന്ത് കിട്ടിയവൻ 5 കൂടിയും വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു കാര്യസ്ഥനെ പോലെ വർത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള കഴിവുകൾ കുഴിച്ചു മൂടി ദൈവത്തെ പഴിചാരുന്നവരായി മാറാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിശ്വസ്തതയുടെ ഒരു കാര്യസ്ഥതയുടെ കണക്ക് നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ ഏറ്റവും നല്ലൊരു കൃഷിക്കാരാകുമ്പോൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളാതെ നിസ്വാർത്ഥനായി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്നുള്ള ഭാഗം മാറ്റിവെച്ച് ഞങ്ങൾ എന്നുള്ള ഒരു രീതിയിലേക്ക് വളരുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.